രാഷ്ട്രീയം കളിച്ചു എന്നൊരു ആരോപണമുണ്ട്. അതായത് BJP മനഃപൂർവ്വം ഇത് ചെയ്തതാണ് ഇലക്ഷൻ. ഒരു ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും അവർ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവും. അതിൽ തെറ്റെന്താ? ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. ഇതിലിപ്പോൾ മോദി ചെയ്ത് ബില്ല് ജയിച്ചാലും പുള്ളി ജയിക്കും, ബില്ല് വീണാലും പുള്ളി ജയിക്കും. അത് പുള്ളി ജയിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്നെന്താ നമ്മുടെ ആനി രാജ വലിയ വട്ടപ്പൊട്ട് ടീം അവരിറങ്ങി 800 സംഘടനകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയാം. 800 സംഘടന, മഹിളാ സംഘടന, അവരൊക്കെ ആയിട്ട് ജോയിൻ്റ് ആയിട്ട് ഈ 843 വെച്ച് ഇപ്പോൾ വനിതാ സംവരണം വേണമെന്ന് പറഞ്ഞിട്ട് തെരുവിലിറങ്ങാൻ പോവുകയാണ്. 800 പേരെ കിട്ടട്ടെ. അപ്പോൾ എന്ത് വാങ്ങിക്കോട്ടെ, ഞാൻ അവരെ കുറച്ച് പറയില്ല. ഈ റിയാക്ഷൻസ് ഒക്കെ വരുന്നതിൻ്റെ അടയാളം എന്താ? മോദി ജയിച്ചു എന്നുള്ളതാണ്. കാരണം മോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു, ഞാൻ തോറ്റു, എന്നെ തോൽപ്പിച്ചു, എനിക്ക് നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, ബട്ട് ഞാനിത് നടത്തിയിട്ട് അടങ്ങും. അപ്പോൾ ആ സ്പീച്ചിൻ്റെ ഇമ്പാക്റ്റ് ഇവർക്ക് മനസ്സിലായി. ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ ഒരാൾ കൈ ആകാശത്തേക്ക് ഉയർത്തുന്നതിന് ഒരു മെസ്സേജാണ്, ഞാൻ തോറ്റു, എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വികാരം വേറൊന്നാണ്. അത് ഈവൻ ഈ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലോ ബംഗാളിലോ അതിൽ പോലും പ്രതിഫലിച്ചു എന്ന് വരും. പ്രതിഫലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാത്ത സ്ഥിതിയാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ മൂവാണ് BJP നടത്തിയത്. ദേ ഹാവ് എവരി റൈറ്റ് ടു. അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, പൊളിറ്റിക്കൽ മൂവ് നടത്തും.